ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 25 വർഷമായി കിഡ്നി മാറ്റിവെച്ച ചേച്ചിക്ക് എന്ത് സന്തോഷമാണ്. ഹല്ലേലൂയ, 25 വർഷമായ ചേച്ചിക്ക് എന്ത് സന്തോഷമാണ്. ചേച്ചി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരസുഖം ഇല്ലാത്ത, ഒരു പ്രശ്നമില്ലാത്ത നമുക്ക് ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞ ആദ്യം പാറമേൽ പണിത ഒരു വീട് പണിത വിവേകിയായ മനുഷ്യന്റെ ഉപമ. ഹല്ലേലൂയ. അതിലേക്ക് കാറ്റടിച്ചു, ഭൂമിയിലൊക്കെ ഉണ്ടായി. എന്തൊക്കെ സംഭവിച്ചില്ല? എന്ത് സംഭവിച്ചില്ല? ഈ വീടിന് ഒന്നും സംഭവിച്ചില്ല. കാരണം അത് പണിതത് ഹല്ലേലൂയ. ഈ കാറ്റും ഗോളും ഒക്കെ ഈ കല്ലും മണ്ണുമായ വീടിനെ കുറിച്ചാണോ ഈശോ പറയുന്നത്? ആണോ? നമ്മുടെ ജീവിതത്തിന്റെ വരാനിരിക്കുന്ന കാറ്റും ഗോളും ഒക്കെ ആകുന്ന സകലങ്ങളും ദുഃഖങ്ങളും ഒക്കെയുള്ള ആ പ്രശ്നങ്ങളെ കുറിച്ച് ഈശോ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആരാണ് പാറ? ആരാണ് പാറ? യേശുക്രിസ്തു ആവുന്ന പാറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു ആവുന്ന പാറമേൽ ഞാനും നിങ്ങളും ഫൗണ്ടേഷൻ ചെയ്യപ്പെട്ടാൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാൽ, ക്യാൻസർ വന്നാലും, പട്ടിണി കിടന്നാലും, ദുരിതം വന്നാലും, എന്തു വന്നാലും നമ്മൾ ഇളകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സകലങ്ങൾ സഹിക്കാൻ മേലാത്തതിന് കാരണം എന്താ? നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവം ഉണ്ടായി. സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ബിസിനസ് പൊളിഞ്ഞ് കോടികളുടെ നഷ്ടമുണ്ടായി. എനിക്ക് 2 ഹോട്ടലുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിലേക്ക് ഞാൻ ക്യാഷിൽ ഇരിക്കാൻ പോകുന്ന സമയത്താണ് എനിക്ക് തോന്നി മരിച്ചു കളഞ്ഞേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് 4 മണിയാകുമ്പോൾ 35,000 റിയാല്, അതായത് ഇന്ത്യൻ മണിയിൽ 5-6 ലക്ഷം രൂപ വേണം, ഒരു പലിശക്കാരന് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിചാരിച്ചു മരിച്ചു കളഞ്ഞേക്കാം, ഇനി എന്തിനാ ജീവിക്കുന്നത്? ഭാര്യയും പിള്ളേരോടുണ്ട്, സൗദിയിലുണ്ട്. ഞാൻ മരിച്ചാലും അവർ പ്രശ്നമില്ല, ഞാൻ കടമൊന്നും കൊടുക്കണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവാകുന്ന പാറമേൽ അതുവരെ പണിയപ്പെട്ടിട്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ അമ്മയുടെ ഒരു ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്നെ അറിഞ്ഞിരുന്നവൻ, എന്നെ വിളിച്ചിരുന്നവൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സൗദി അറേബ്യയിലെ ഡിവൈഡ് 4 ലൈനാണ്, ഭയങ്കര റോഡുകളാണ്. ഒരു സിഗ്നൽ ഓണായാൽ 200 മൈൽ സ്പീഡിലൊക്കെ വണ്ടി പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സിഗ്നൽ ഓണായി വണ്ടി വരുന്ന സൗദികളെ വണ്ടി പിടിക്കുന്നത് ഈ ഭ്രാന്തന്മാരാണ്. വരുന്ന സമയത്ത് നമ്മളൊന്ന് ചാടി കൊടുത്താൽ മതി, പിന്നെ എന്റെ ഞാൻ ആരാണെന്ന് പോലും തിരിച്ചറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ റോഡിന്റെ നടുക്ക് പോയി, ഒരു സിഗ്നൽ ഓണാവും, ഞാൻ സാധാരണ വരുമ്പോൾ എന്റെ മനസ്സിൽ നോ, ഞാൻ നിർത്തി. ഹല്ലേലൂയ. സെക്കൻഡ് സിഗ്നൽ ഓണായി, ഞാൻ ചാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ നോ, പിന്നെ ഞാൻ പുറകോട്ട് വരുന്നു. 3ാമത്തെ സിഗ്നൽ ഓണായി ചാടാൻ ഒരുങ്ങിയപ്പോൾ നോ എന്ന് വരുന്നത് ഒരു വചനം വരുവാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ ഉള്ള തിരുവചനങ്ങൾ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു വചനം വരിക, എന്നോട് ആരോ ഇങ്ങനെ പറയുക, യേശയ്യാ 45:2-3. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്ന് തിരിച്ചുപോയി ബൈബിൾ തുറന്ന് വചനം എന്നാണ് നോക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ തിരിച്ചു നടന്നു, വീട്ടിൽ വന്നു, പ്രാർത്ഥന റൂമിൽ കയറി ബൈബിൾ തുറന്നപ്പോൾ
വചനം ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുകോണകൾ ഒടിക്കുകയും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ വിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സാന്തരം അനുഭവം തുടങ്ങി. ഞാൻ കവന്നു കടന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, ഞാൻ പാപിയാണ്. ഞാൻ ആത്മഹത്യ ചെയ്ത എന്റെ ആത്മാവിനെ ഞാൻ ഇപ്പോൾ നശിപ്പിച്ചു കളഞ്ഞു. എനിക്ക് മുന്നേ യാത്ര ചെയ്യുന്നവർ എന്റെ ദൈവത്തെ എനിക്ക് കാണുവാൻ സാധിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടി അന്ധകാരത്തിൽ നിധിയൊരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി രഹസ്യത്തിൽ ധനം ശേഖരിച്ചു വെച്ചിരിക്കുന്ന രഹസ്യത്തെ, ദൈവത്തെ എനിക്ക് കാണുവാൻ സാധിച്ചില്ല. കുറെ നേരം ഇങ്ങനെ കരഞ്ഞപ്പോൾ എന്റെ ചെവിയിൽ പറഞ്ഞു, നീ ഫോൺ എടുത്ത് സണ്ണിയെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 1:30 മണിയായി. ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഒറ്റ സണ്ണിയുള്ളൂ. എന്റെ ഹോട്ടലിൽ ഫുഡ് പുള്ളി ഇടയ്ക്ക് വാങ്ങാറുണ്ട്. പുള്ളിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം കൂട്ടായിരിക്കാൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സണ്ണിച്ചാനെ വിളിച്ചു. സണ്ണിച്ചായ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സണ്ണിച്ചായ എനിക്കൊരു 35,000 റിയാൽ വേണം. സണ്ണിച്ചാൻ പറഞ്ഞു, നീ ഒരു 2 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എനിക്കൊരു അവിശ്വാസമായി. ഒരു 10,000 റിയാലെങ്കിലും, കാരണം മലയാളികളെ 30,000 റിയാൽ ഒന്നിച്ചു നോക്കാൻ പ്രായോഗികമല്ല. ഒരു 10,000 റിയാലെങ്കിലും പുള്ളിക്ക് തരും. അപ്പൊ പലിശക്കാരൻ 10,000 കൊടുത്തിട്ട് തന്നാലും നിർത്താം. ഹല്ലേലൂയ. ഞാൻ കറക്റ്റ് 2 മണിയായപ്പോൾ ചെന്ന് ബെല്ലടിച്ചോണ്ട് ഒരു മനോരമ പേപ്പറിന്റെ പൊതി പൊതിഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ കൊണ്ടു തരിക. 30,000 റിയാലുണ്ട്, നിന്റെ കയ്യിൽ എന്നുണ്ടാവുന്നോ അന്ന് തന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്ന ഒരു ദൈവം, എനിക്കായി കരുതുന്ന ഒരു ദൈവം, എനിക്ക് മുന്നേ നടക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി അന്ധകാരത്തിൽ വിധി കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ ഞാൻ അന്നു മുതൽ അനുഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തീഷ്ണത ഉണ്ടാകാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പിള്ളേരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുരിശ് വര സമയത്താണ്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ശുശ്രൂഷയ്ക്ക് എന്നെ ഏൽപ്പിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ ശുശ്രൂഷയിലേക്ക് വന്ന് ആരെങ്കിലും അഭ്യാസം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളതുപോലെ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് തെറ്റിപ്പോയി. എന്തുപറ്റി? ഞാൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. ആരും അച്ഛൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അറിഞ്ഞില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവത്തോട് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, എന്റെ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ തീഷ്ണതയുള്ളവനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒന്നെങ്കിൽ ചൂടുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ നീ തണുപ്പുള്ളവനായിരിക്കണം. ഇതിന്റെ ഇടയിൽ മംഗോത്സകനാണെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, സകലമുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരമുണ്ട്. ഒരു ദുഃഖവെളി ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. ഇല്ലേ? ഇല്ലേ? ഒരു ദുഃഖവെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പിന്റെ നായകമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നു മുതൽ എന്റെ സകലത്തെ എന്റെ ദൈവത്തിന്റെ കുരിശോട് ചേർത്ത് വെക്കുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലക്ഷങ്ങളുടെ കടമുള്ള എന്നെ ദൈവം പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനൊരു കമ്പനിയിൽ 5,000 രൂപയുടെ പ്രൊഫഷൻ കൊടുത്താൽ അവിടുത്തെ മാനേജർ പറയും, നീ എന്ത് 5,000 തരുന്നത്, നീ ഒരു 10,000 രൂപ. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ജോലിക്ക് 10,000 രൂപ ഞങ്ങൾക്ക് തരുവാൻ അനുവാദമുണ്ട്.
ഹല്ലേലൂയ. നോക്കിക്കേ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവം, എന്നെ കരുതുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നും നിൽക്കുന്നുവെങ്കിലും എന്റെ ജീവിതത്തിൽ തീയുടെ അനുഭവമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ ഇന്ന് തീയുടെ അനുഭവം ഉണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമായ ഒരു തീ എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ കുടുംബ ജീവിതം 25 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. 25 വർഷം. 25 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഞാനും എന്റെ ഭാര്യയും പിണങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഇവൻ ഒരു പുല്ലെന്ന് പോലും പറയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? സകലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. സകലം അവളെ എനിക്ക് 4 കോടി രൂപ ജോലി ചെയ്തിട്ടുള്ള സ്ത്രീ, അവളെ കുറഞ്ഞ ഒരു 4 കോടി രൂപയെങ്കിലും അവൾ അധ്വാനിച്ചിട്ടുണ്ട്. വട്ടപൂജ്യമായി ഇരിക്കുമ്പോഴും അവൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് എന്നോട് പറയും, വിഷമിക്കേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മൂത്ത മകളുടെ കൂടെ ഇപ്പോൾ അവൾ ചോദിച്ചു നോക്ക് നിങ്ങൾ. ഇന്ന് വരെ അവനെ ഒരു മണ്ട പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വായിൽ നിന്നും ഞങ്ങളുടെ അധരത്തിൽ നിന്നും ഒരു മോശവാക്ക് എന്റെ മക്കൾ കേൾക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. സകലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇവന്റെ ഇളയവരുടെ അലീന പറയും, ഇവൻ ചിലപ്പോൾ മുട്ടായി നല്ല മുട്ടായി എടുക്കുമ്പോൾ അലീന പറയും, ചേട്ടാ അപ്പയുടെ പൈസ ഇല്ല. കുഞ്ഞു കൊച്ച 4 മുതലൊക്കെ പഠിക്കുന്ന കൊച്ച. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, സകലം തരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും. സകലം തരുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം സകലം തരുന്നോ അതിന് ഇരട്ടി നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കേ. നമ്മുടെ സകലം വലിയ സന്തോഷത്തിന്റെ സകലമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഓരോ ക്രിസ്ത്യാനികളുടെയും അവകാശമാണ് സകലം. ഓരോ ക്രിസ്ത്യാനിയുടെയും അവകാശമാണ് സകലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പിയർ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെക്കനോട് പറഞ്ഞേ, ചെക്കനോട് കൈ കൊടുത്ത് മോഹത്തോട് പറഞ്ഞേ, പുറകിൽ നിൽക്കുന്ന ബ്രദർ കയറി അവിടെ കൈ കൊടുത്തേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തരാം വചനം. ക്രിസ്തുവിൽ കൈ കൊടുത്ത് കൈ പിടിച്ചേ. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിനക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു പഠിപ്പിക്കുകയാണ്, മക്കളെ, ക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രമല്ല നമുക്ക് അവനോട് കൂടി സഹിക്കുവാനും കൂടി അവകാശം തന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:4 തിരുവചനം ഇങ്ങനെ പറയുകയാണ്, എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ആര് പറയുക? നോക്കിക്കേ, എന്നെ നോക്കിക്കേ, എഴുതുന്നിപ്പം എന്നെ നോക്കിക്കേ. ആരാ? പൗലോസ്ലീഹ പറയുക. പൗലോസ്ലീഹ പറയാണ്, എല്ലാ വിധത്തിലും. നോക്കിക്കേ, പൗലോസ്ലീഹ ആരായിരുന്നു? ഒരിക്കൽ ക്രിസ്തുവിനെ പീഡിപ്പിച്ചവൻ, ഒരിക്കൽ ക്രിസ്തുവിന്റെ ഭവനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തുനിഞ്ഞവൻ. അവൻ ഇന്ന് പറയുകയാണ്, നോക്കിക്കേ, കേട്ടോണം, ശിഷ്യൻ സഹിക്കുന്നത് ക്രിസ്തുവിന്റെ അവകാശമാണ്.
എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സകലത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനത്തിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, അപമാനത്തിൽ, ദുഷ്കീർത്തിയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യരായ നമ്മൾ എന്തെങ്കിലും അഭിമാനിക്കുന്നത് എങ്ങനെയാണ് അഭിമാനിക്കുന്നത്? രണ്ട് വീടുണ്ടെങ്കിൽ ഞാൻ അഭിമാനിക്കും. BMW കാർ ഉണ്ടെങ്കിൽ ഞാൻ അഭിമാനിക്കും. എന്റെ മക്കള് IAS ഈ ലോകത്തിന്റെ 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ എനിക്ക് അഭിമാനമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിന്റെ ദാസന്മാരാണെന്നും യേശുക്രിസ്തുവിന്റെ അപ്പസ്തലന്മാരാണെന്നും ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിലുപരി ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളെ കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയാമോ സകലം എന്താണെന്ന് അറിയാമോ? തിരുസഭ നമ്മളെ സകലത്തെ കുറിച്ച് പഠിപ്പിക്കും. വിശുദ്ധ ലോറൻസ് വത്തിക്കാനിലെ കാഷ്യനായിരുന്ന വിശുദ്ധ ലോറൻസിനെ കുറിച്ച് സഭ പഠിപ്പിക്കും. ഒരിക്കൽ ലോറൻസിനോട് റോമ ചക്രവർത്തി പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ക്രിസ്ത്യാനികളുടെ പൈസ മുഴുവൻ റോമിലേക്ക് കൊണ്ടുവരണം. ലോറൻസ് പറഞ്ഞു, എന്റെ കയ്യിലുള്ള പൈസ എന്റെ പൈസയല്ല, ഇത് പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ പൈസയാണ്. ഇത് ഒരു പൈസ പോലും ഞാൻ അങ്ങേക്ക് തരികയില്ല. രാജകൽപ്പന ലംഘിച്ചാൽ എന്താണെന്ന് നല്ലവണ്ണം അറിയാവുന്ന ലോറൻസ്. ഹല്ലേലൂയ. അന്ന് പിറ്റേ ദിവസം രാവിലെ ലോറൻസ് ക്രിസ്ത്യാനികളെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ. ചക്രവർത്തിക്ക് ദേഷ്യമായി ചക്രവർത്തി ലോറൻസിനെ പിടിച്ചു കൊണ്ടുവന്നു. പടയാളികളോട് പറഞ്ഞു, തീ കൂട്ടുക, അതിന്റെ മുകളിൽ കമ്പികൾ നിരത്തുക, ഇരുമ്പ് കമ്പികൾ നിരത്തുക. എന്നിട്ട് തീ ചൂട ഊതി വീർപ്പിച്ചു. കമ്പി പഴുത്തു ചുമന്നപ്പോൾ പട്ടാളക്കാര് ഈ ലോറൻസിനെ എടുത്ത് ഒറ്റയേറാ കമ്പിയുടെ പുറത്തേക്ക്. ഹല്ലേലൂയ. 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 വീണത് നേരെയാ ലോറൻസ്. ലോറൻസിന്റെ പുറം കരിഞ്ഞു. ലോറൻസ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, 10,000 ക്രിസ്ത്യാനികൾ ചുറ്റും നിൽക്കുമ്പോൾ വിളിച്ചു പറയുക, കർത്താവായ യേശുവേ, എന്റെ ഒരു പുറമേ കരിഞ്ഞിട്ടുള്ളൂ, എന്റെ മറുപുറം കൂടി നീ കരിക്കണമേ. ഈശോയെ, എന്റെ ഒരു പുറമേ കരിഞ്ഞിട്ടുള്ളൂ, നീ മറുപുറം കൂടി കരിക്കണമേ ഈശോയെ. കാരണം നീ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തവയും ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഈശോയെ, നീ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ ശരീരം മുഴുവൻ ദഹിപ്പിച്ചു കളയണമേ. സഹോദരനെ, സഭയുടെ വിശുദ്ധര് നിസ്സാര വിശുദ്ധര്, സകലങ്ങൾ ചോദിച്ചെടുത്തവര്, ഒരു പുറം കരിഞ്ഞപ്പോൾ മറുപുറം കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയാമോ റോമിന്റെ ചരിത്രം അറിയാമോ? റോമിന്റെ മണ്ണ് അറിയാമോ? റോമിന്റെ ഓരോ മണ്ഡലയും പറയും ക്രിസ്ത്യാനികളുടെ രക്തം കുടിച്ച് വീർത്ത മണ്ണ റോമിന്റെ മണ്ണ്. ഹല്ലേലൂയ. 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 ക്രിസ്ത്യാനികളുടെ രക്തം കുടിച്ച് വീർത്ത മണ്ണ് റോം. 10,000 അമ്മമാരെ റോമിന്റെ തെരുവിലേക്ക് നിരത്തി നിർത്തി. റോമൻ പടയാളികൾ അവരുടെ കുഞ്ഞുങ്ങളെ കഴുത്തിലേക്ക് കെട്ടിത്തൂക്കിയിട്ട്, എന്നിട്ട് റോമൻ പടയാളികൾ പറഞ്ഞു, പ്രൈസ് യു സീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാം. യേശു ക്രിസ്തുവിനെ തള്ളി പറയുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാം. എന്നാൽ ഈ വിശുദ്ധ സ്ത്രീകള് ഇന്ന് സഭ വിശുദ്ധ സ്ത്രീകളെ, വിശുദ്ധ കുഞ്ഞു പൈതങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് കാരണം എന്താ? ഈ അമ്മമാര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നാലും ഞങ്ങൾക്ക് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മമാരുടെ കഴുത്തിൽ കിടന്ന കുഞ്ഞുങ്ങളെ റോമൻ പടയാളികൾ വെട്ടിക്കൊന്നു. ഈ അമ്മമാരെ വെട്ടിക്കൊന്നു. 10,000 കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ദിവസവും വാളുകൊണ്ട് റോമൻ പടയാളികൾ വെട്ടിക്കൊണ്ട ചരിത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ക്രിസ്ത്യൻ ചരിത്രം. രക്തം ചിന്തിയ രക്തസാക്ഷികളുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവനെ പ്രതി സഹിക്കുകയും കൂടി ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കരയാതിരിക്കാൻ സാധിക്കില്ല. എനിക്ക് വിശുദ്ധരെ കുറിച്ച്, എനിക്ക് രക്തസാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ കരയാതിരിക്കുവാൻ സാധിക്കില്ല. കാരണം അവർ എനിക്ക് വേണ്ടിയാണ്. അവരുടെ വിശ്വാസം, അവരുടെ രക്തം ചിന്തി വിശ്വാസം കൊണ്ടാണ് ക്രിസ്തുവാകുന്ന നമ്മുടെ നാഥൻ അവൻ രക്തം ചിന്തിയത്, അവൻ ഫൗണ്ടേഷൻ ഇട്ടത് അവന്റെ രക്തം കൊണ്ടാണെങ്കിൽ, അവന്റെ രക്തം കൊണ്ടാണെങ്കിൽ ഈ സഭ ഫൗണ്ടേഷൻ വളർന്നത് അനേകം കോടാനുകോടി ക്രിസ്ത്യാനികളുടെ രക്തം കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രോഗം വന്നാൽ നമ്മൾ സഹിക്കുകയാണ്. ഇന്ന് നമുക്ക് തകർച്ച വന്നാൽ നമ്മൾ സഹിക്കുകയാണ്. എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് അറിയാൻ മേലാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ആത്മീയ ഗുരുവായ ജീവിതത്തിന്റെ ജീവിതം നിങ്ങൾക്ക് അറിയാവോ? കഴിഞ്ഞ മാസം അച്ഛന് അറ്റാക്ക് വന്ന് നെഞ്ചുവേദന വന്ന് ICU കയറിയ അച്ഛനാ. ഹല്ലേലൂയ. എനിക്ക് ഈ അച്ഛനോടുള്ള സ്നേഹം എന്താണെന്നറിയാമോ? സാധാരണക്കാരൻ, സാധാരണ ഒരു മനുഷ്യൻ. ഇന്ന് വീട്ടിൽ ചെന്നാൽ പശുവിനെ കുളിപ്പിച്ച് പാല് കറന്ന് അപ്പനെയും അമ്മയും നോക്കുന്ന ഒരു വൈദികൻ. നിങ്ങൾ അച്ഛന്റെ കാലം ശ്രദ്ധിച്ചേ, മുഴുവൻ പൊട്ടിക്കേറിയിരിക്കുന്ന ഒരു വൈദികന്റെ കാലിൽ യാത്ര ക്രിസ്തുവിനെ പ്രതി എത്രമാത്രം യാത്ര ചെയ്യണോ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരു വൈദികൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന്റെ വിശുദ്ധ അച്ഛന് ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛന്റെ കുർബാനയിലുള്ള ഒരു ആത്മാർത്ഥത കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അച്ഛന്റെ കുർബാന 2 മണിക്കൂറായാലും ഞാൻ അങ്ങ് ജയിച്ചു ചേരും. കാരണം അച്ഛന്റെ ഈ സഹനമൊക്കെ അച്ഛൻ ചേർത്ത് വെച്ച് ബലിയിൽ അങ്ങ് കൊടുക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പുരോഗതി ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും തെറ്റായി പറഞ്ഞ അച്ഛൻ അങ്ങനെ തന്നെ നമ്മൾ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സന്തോഷമാണ്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ അനേകം പുരോഗതി എനിക്കുണ്ട്. കൂട്ടുകാരും, എന്റെ സഹോദരൻ വൈദികരുണ്ട്, അനേക പുരോഗതിമാരും കൂട്ടുകാരുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിനെ പോലെ സാധാരണക്കാരൻ സാധാരണ മനുഷ്യനായി ജീവിക്കുവാൻ വളരെ കുറവ് അച്ഛന്മാരേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരിക ബുദ്ധിമുട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, അച്ഛനെ അത് വിളിച്ചു നോക്കിയേ. അച്ഛൻ എത്ര മണിക്കൂർ യാത്ര ചെയ്യാൻ വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന പുരോഹിതര് ഇന്നും നമ്മുടെ സഭയിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊരട്ടിപ്പള്ളിയിൽ ഒരു മകൻ കണ്ടുമുട്ടി. അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു മകനാണ്. അവനുമായിട്ട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവനോട് പറയുക, ബ്രദറെ, എന്റെ അപ്പൻ 6 മാസം മുന്നേ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഒരു പെങ്ങളും ഇവനും ഉണ്ടായിരുന്നേ. പെങ്ങളെ കല്യാണം കഴിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൻ മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ എന്റെ പെങ്ങളും കൊച്ചും ഒരു അപകടത്തിൽ മരിച്ചുപോയി. അപ്പൊ അവനോട് പറയാം, ഞാൻ ചോദിച്ചു, നിനക്ക് സങ്കടമില്ലേ? എനിക്കെന്തിനാ സങ്കടപ്പെടുന്നേ? ഇവര് മരിച്ചു കഴിഞ്ഞപ്പോഴാ, എന്റെ അപ്പൻ മരിച്ചു 3 മാസം കഴിഞ്ഞപ്പോൾ എന്റെ പെങ്ങളും കുഞ്ഞും മരിച്ചപ്പോഴാ എന്റെ ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ ഞാൻ അനുഭവിക്കുന്നത്. 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പറയുക, ചിന്തിക്കാവോ എന്റെ സഹോദരനെ? സകലത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ചെറുപ്പക്കാർ ഇന്നും നമ്മുടെ സഭയിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സമയത്തോ 72 വയസ്സുള്ള വർഗീസ് ചേട്ടനോ സഹിക്കാൻ പറ്റുന്നില്ല.
ഹല്ലേലൂയ. എന്തിനാണ് കർത്താവ് ഓരോ ദിവസം ഓരോ രോഗം തരുന്നത്? ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ലത് മാത്രമേ ബഹീസേറിന് പറയാനുള്ളൂ. എന്നാൽ 72 വയസ്സുള്ള ബഹീസേറിന്റെ പരാതി ഇപ്പോഴും എനിക്ക് രോഗം തരുന്നു ദൈവം. ഹല്ലേലൂയ. 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ അപ്പനും എന്റെ പെങ്ങളും കുഞ്ഞും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിയുന്നത്. ഇതല്ലേ സഹനം? ഇതല്ലേ സഹനം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മാതാവിനെ നിങ്ങൾ നോക്കിക്കേ, ഇതുപോലെ സഹിച്ച ഒരു സ്ത്രീ ഭൂമിയിലുണ്ടായിട്ടുണ്ടോ? 33 വയസ്സിൽ നല്ല ഒരു മനുഷ്യന് ഏറ്റവും സുപ്രധാനപ്പെട്ട സമയത്ത് അവനെ അപമാനിതനാക്കി അമ്മയുടെ മുന്നിലൂടെ നഗ്നനായി നടത്തിക്കൊണ്ടു പോകുമ്പോൾ ചാത്തവാറടിയേറ്റ ക്രിസ്തുവിന്റെ തെറിക്കുന്ന ശരീരകഷ്ണങ്ങൾ പിറക്കിയെടുക്കുന്ന അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോമൻ പടയാളികളെ ഓരോ അടിയിലും തെറിച്ചു വീഴുന്ന മാംസകഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടുന്ന ഒരു പരിശുദ്ധ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് അമ്മയും മകനും ഒന്ന് നോക്കും. ഇടയ്ക്കിടയ്ക്ക് അമ്മയും മകനും ഒന്ന് നോക്കും. നോക്കുമ്പോൾ അമ്മ മകനോട് പറയും, മകനെ മകനെ, ഇത് നമ്മുടെ പിതാവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കണ്ണുകള് അമ്മയുടെ കണ്ണുകളിലേക്ക് കടക്കുമ്പോൾ കണ്ണിലൂടെ അമ്മ സംസാരിക്കും, മകനെ ഇത് നമ്മുടെ പിതാവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ, എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയെ അഭിമാനിക്കുന്നുവെങ്കിൽ സകലത്തിലൂടെ പോയവരുടെ സകല ജീവിതം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മകൻ അമ്മയോട് പറയും, അമ്മേ വിഷമിക്കല്ലേ, ഇത് നമ്മുടെ പിതാവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിന്റെ താഴെ നിൽക്കുമ്പോഴും മകൻ അമ്മയെ നോക്കി പറയും, അമ്മേ നിന്നെ ഞാൻ വെറുതെ വിടുന്നില്ല, അമ്മേ ഞാൻ നിന്നെ അനാഥരായി വിടുന്നില്ല. ഇതാ എന്റെ മരണത്തിന് ശേഷം നീ എനിക്കുള്ളവരെല്ലാം നിന്റെ മക്കളാക്കി എടുത്തോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ സഹനങ്ങളിൽ അവരുടെ കരം കോർത്ത് പിടിക്കുന്നത് നീ ആയിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുസഭ പരിശുദ്ധ അമ്മയെ സഹനരക്ഷകയായി നമുക്ക് തന്നത്. നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ ഓടി വന്ന് കരം പിടിക്കുവാൻ ക്രിസ്തു നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ആയുധമാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ സാധിക്കില്ല സഹോദരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനിയെ അഭിമാനിക്കുന്ന നമ്മൾ ഒന്നും സഹിച്ചിട്ടില്ല ഇതുവരെ. ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ നമുക്ക് മനസ്സില്ലാത്തവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സകലത്തിന്റെ കാരണം കൂടി പൗലോസ് നമ്മളെ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരെല്ലാം സഹിച്ചത് പാപികളായിട്ടാണോ? ആണോ? ഇവരെല്ലാം വിശുദ്ധരായിരുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കായി സഹനം ഉണ്ടായിരുന്നു. ഒരിക്കൽ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്ധനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ യേശുവിനോട് ചോദിക്കുന്നത്, ഇവൻ അന്ധനായത് ഇവന്റെ
മാതാപിതാക്കന്മാരുടെയോ പൂർവികരുടെയോ പാപം കൊണ്ടാണോ? യേശു എന്താ മറുപടി പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഇവൻ അന്ധനായത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പൂർവികരുടെയോ പാപം കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ മഹത്വം ഇവരിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് അന്ധനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സദനത്തെ കുരിശിനോട് അമ്മയോടൊന്ന് ചേർത്ത് വെച്ച് നോക്കിയേ, ദൈവഹിതം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവഹിതം വെളിപ്പെടാത്തത് കാരണം നമ്മൾ നമ്മുടെ സകലത്തെ കുരിശോട് ചേർത്ത് വെക്കാത്തത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള അതിൽ നിർത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. 10 മണിക്കൂർ പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തിന് യേശുവിനെ പ്രതി സഹിക്കണം എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക, തിരുവചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. യേശുവിനെ പ്രതി സഹിക്കേണ്ടത് എന്തിന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ, ഞാൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹിക്കുന്നവൻ ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ, ക്രിസ്ത്യാനി എന്ന നിലയിൽ ആ സഹിക്കുന്നുവെങ്കിൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവനായിരിക്കും. കൊലപാതകം ചെയ്തും വ്യഭിചാരം ചെയ്തും കഞ്ചാവ് കുടിച്ചു കള്ളു കുടിച്ചു വഴക്കുണ്ടാക്കി സഹിക്കുന്നതിന് ക്രിസ്തുവിനെ പ്രതി സഹനമല്ല. അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാനും പറ്റത്തില്ല. യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ പറയുന്നതല്ല. യേശു ക്രിസ്തു പറയുകയാണ്, കൈകൊണ്ട് പറഞ്ഞ് അടുത്തിരിക്കുന്ന ഞാൻ നിമിത്തം, യേശു നിമിത്തം നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായോ? ആയോ സഹോദരങ്ങളെ? സകലം എന്തിനാ? ക്രിസ്തുവിനെ പ്രതി സകലം. നമ്മൾ ഭാഗ്യവാന്മാരാകാൻ, എവിടെ പോകാൻ? മരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്തം ചിന്തിയ അമ്മമാർക്ക് അറിയാമായിരുന്നു എന്ത്? ഇപ്പൊ ഇവിടെ വെച്ച് മരിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ മരിക്കേണ്ടവരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ വെച്ച് ഈ കുഞ്ഞിനെ ഇവർക്ക് കൊല്ലാൻ കൊടുത്താൽ എനിക്ക് എന്നേക്കുമായി എവിടെ കിട്ടും? എന്റെ കുഞ്ഞിനെ സ്വർഗ്ഗത്തിൽ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നവരുടെ തിങ്കിങ് അങ്ങനെയാ. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നവരുടെ ആ സന്തോഷമത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സിസ്റ്റർ റാണി മരിയെ 11 പ്രാവശ്യം കുത്തി എന്നാ പറയുന്നത്. 4 പിഴുതെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ കുത്തിയവനെ റാണി മരിയ, സിസ്റ്റർ റാണി മരിയുടെ അമ്മയും അപ്പനെയും ജയിലിൽ ചെന്ന് കണ്ടിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ പാദത്തിൽ ചുറ്റിട്ട് പറയുക, ഇന്നു മുതൽ നീ ഞങ്ങളുടെ മകനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതല്ലേ ക്രിസ്തീയ സഹനം? ഇതല്ലേ ക്രിസ്ത്യാനിയുടെ ഒരു ഐഡന്റിറ്റി? ഹല്ലേലൂയ. ഇന്ന് നമുക്ക് സഹിക്കാൻ മേല, നമ്മൾ അപമാനിതരാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഞാൻ 25 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ 25 വർഷമായി ദുബായിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്റെ വീട്ടിലെ ദാരിദ്ര്യം എന്ത് ക്രിസ്തു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു. എന്ത് ക്രിസ്തുവാണ്? ഹല്ലേലൂയ. നമ്മുടെയൊക്കെ രോഗം മാറ്റുകയും നമുക്കൊക്കെ വയർ നിറച്ച് അപ്പം തരികയും നമുക്ക്
രണ്ട് നില വീട് തരികയും ചെയ്യുന്ന ക്രിസ്തുവാണെങ്കിൽ നമുക്ക് സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, പ്രോസ്പെരിറ്റിയുടെ ഗോസ്പൽ, സമൃദ്ധിയുടെ സുവിശേഷം എനിക്ക് നന്നായി പറയാൻ അറിയാം. നിങ്ങളെ കൊണ്ട് തുള്ളിച്ചാടിപ്പിക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ കടം മാറും എന്ന് പറയുവാൻ എനിക്കറിയാം. എന്നാൽ സുവിശേഷം, സമൃദ്ധിയുടെ സുവിശേഷമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെ, ഞെരുക്കത്തിന്റെ വഴിയിലൂടെ, ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നിനെ പ്രസംഗിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവൻ അപ്പം തരണമെങ്കിൽ അപ്പം തരും. അവന് കുഷ്ഠരോഗപ്പെടുത്തണമെങ്കിൽ കുഷ്ഠരോഗം മാറ്റും. അവൻ ഫലവാദരോഗിയെ നടത്തണമെങ്കിൽ നടത്തും. എനിക്ക് അനുഭവ സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദി അറേബ്യയിൽ എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു മലയാളി, ഒരു ക്രിസ്ത്യാനി ഒരു ദിവസം തളർന്നുപോയി. ഒരു സ്ഥലം, ഒരു ഭാഗം തളർന്നുപോയി. രാവിലെ അവൾ ഡ്യൂട്ടി ചെയ്തപ്പോൾ മലയാളി എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഒരു ക്രിസ്ത്യാനി ഒരു സഹോദരൻ ഇവിടെ വീട് തളർന്നു കിടപ്പുണ്ട്, പുള്ളിയെ നോക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഹല്ലേലൂയ. അവൾ ആ ഇൻചാർജ് ഫിലിപ്പീൻസ് നേഴ്സുമാർക്ക് വാക്കി. ഞാൻ ചെന്നു. ഈ സഹോദരൻ മൂത്രസഞ്ചരിയിട്ട് കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഈശോയോട് പറഞ്ഞു, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ബൈബിളിൽ 32 വർഷമായി അവരുണ്ട്, ക്രിസ്ത്യാനിയാണ്, സുവിശേഷത്തെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് പുള്ളിയോട് പറഞ്ഞു യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഇവനെ ഞാൻ സഹിക്കാൻ കൊടുത്തത് ഇവനെ എനിക്ക് നേടുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഇവൻ സുഖപ്പെട്ടു. തളർന്നു നടക്കുന്ന ഈ മകനോട് പറഞ്ഞു, നീ സുഖപ്പെട്ടു, നീ എണീറ്റ് നടക്കുന്നുവോ? എന്നോട് ചോദിച്ചു, ബ്രദറെ എന്നെ ഒന്ന് പിടിച്ചു പോക്കിക്കേ. ഞാൻ പിടിച്ചു പോക്കി. എന്റെ തോളൽ പുള്ളി നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മകൻ പറയുക, ബ്രദറെ ഞാൻ നടന്നോട്ടെ. ഞാൻ മാറിക്കൊടുത്തു. ഈ മകൻ മൂത്രസഞ്ചിക്കിട്ട് നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ഭാര്യയെ വിളിച്ചപ്പോൾ ഓടി വന്നു. അവരെ ഞാൻ ഈ മനുഷ്യനെ പിടിച്ച് പൊക്കുകയല്ല ചെയ്ത് മറിഞ്ഞ് വീണിട്ടുണ്ട് വിചാരിച്ചു. ഹല്ലേലൂയ. ഫിലിപ്പീൻ നേഴ്സുകൾ ഓടി വരുമ്പോൾ തളർന്നു കിടക്കുന്നവൻ നടക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ് അവന്റെ ഒരു ഭാഗം ഈശോ തളർത്തിയത്? അവന് യേശുവിനെ കുറിച്ച് അറിയണമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, അവന്റെ അഡ്രസ് പോലെ നീ വാങ്ങിപ്പോകരുത്. ആ മകൻ ഏത് സ്ഥലത്തിന്റെ ജീവിതത്തിൽ പോകുന്നത് പോലും എനിക്ക് അറിയാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, സമൃദ്ധിയുടെ സുവിശേഷങ്ങൾ പറയണമെങ്കിൽ എനിക്കറിയാം. ആ മകനെ വിളിച്ചിവിടെ നിങ്ങളുടെ മുന്നിൽ നിർത്തി സാക്ഷ്യം പറയിപ്പിച്ചാൽ മതി. പോരെ, പോരെ. സമൃദ്ധിയുടെ സുവിശേഷമായോ? നിങ്ങൾ നാളെ പറയും, നിങ്ങൾ എന്നൊക്കെ പറയും, ഇവിടെ ഒരു ആന്റണി ബ്രദർ ഒരു തളവാദ രോഗിയെ എന്താ പറയുന്നത്? ആ ആന്റണി ബ്രദർ തളവാദ രോഗിയെ. എനിക്ക് ഫേമസ് ആകാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഈ മകനെ വിളിച്ചിട്ട് ഒരു ദിവസം യൂട്യൂബ് ചാനലിൽ ഈ മകനെ കൊണ്ട് ഒരു സാക്ഷ്യം പറയിപ്പിച്ചാൽ മതി. 10,000 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടാവും. ഇന്ന് മനുഷ്യന് വേണ്ടതാ ഇതാ. ഹല്ലേലൂയ. ഈ സമൃദ്ധിയുടെ സുവിശേഷം ഈ തലവാദരോഗം ഏൽപ്പിക്കുന്നത്, കടമാറ്റുകയും വീട് വെക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷമാണ് മനുഷ്യന് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് പറയാൻ ആഗ്രഹമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, എന്ത് തന്നെയായാലും അവൻ കുരിശിന്റെ മരണത്തോടുകൂടി അവന്റെ പാദത്തിന്റെ കീഴിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അവകാശം നേടിയെടുക്കേണ്ട കടമ ആരുടെയാ? ഇനി നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരാകണമെങ്കിൽ സഹോദരങ്ങളെ സകലം വേണം. വെറുതെ ഒന്നും വിശുദ്ധരാകാൻ പറ്റത്തില്ല. ബലവാന്മാർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കാണ് സ്വർഗരാജ്യം?
മൽപ്പിടുത്തം നടത്തുന്നവർക്ക് ഹല്ലേലൂയ. അതും ഇടുങ്ങിയ വാതിലൂടെ ഹല്ലേലൂയ. നമ്മൾ നിർത്തുക സകലം. ഹല്ലേലൂയ. തിരിച്ചവരുടെ പാട്ട് പാടാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നിർത്താം, ഒരു പാട്ട് പാടാം.